കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സെഡ് ഇൻഡെക്സിനെ കുറിച്ച് നോക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പൊസിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. പൊസിഷനെ കുറിച്ച് അറിയാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമ്മൾ സെഡ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത് ഇതേപോലെ പല രീതിയിൽ പൊസിഷൻ ചെയ്തിട്ടുള്ള കോമ്പണൻറ്റ് ഇതേപോലെ ഓവർലാപ്പ് വരാം. അങ്ങനെ ഓവർലാപ്പ് വരുന്ന സമയത്ത് ഏത് എലമെൻ്റാണ് മുകളിൽ വരുന്നത് എന്ന് തീരുമാനിക്കാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് സെഡ് ഇൻഡെക്സ്. കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നാമെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ പേജിൽ തന്നെ പൊസിഷൻ്റെ എലമെൻറ്റ്സ് കുറേ എണ്ണമുണ്ട്. ഈ മുകളിലത്തെ എലമെൻറ്റ് ഇതൊരു സ്റ്റിക്കി പൊസിഷനിങ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതൊരു റിലേറ്റീവ് പൊസിഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പോപ്പപ്പ് ഉണ്ട്. അതും ഒരു ഫിക്സ്ഡ് പൊസിഷൻ എലമെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് പൊസിഷൻ്റെ ആയിട്ടുള്ള എലമെൻറ്റ് ഇതിനകത്തുണ്ട്. പൊസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ സെഡ് ഇൻഡെക്സ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, ഓക്കെ, അതെങ്ങനെ പരിഹരിക്കാം എന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു എലമെൻറ്റ് ഫിക്സ്ഡ് പൊസിഷനാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു പോപ്പപ്പും ഫിക്സ്ഡ് പൊസിഷനാണ്. പക്ഷേ നമ്മൾ ഈ പോപ്പപ്പ് നോക്കുമ്പോൾ അറിയാം, ഈ പോപ്പപ്പ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പോപ്പപ്പ് അടിച്ചു. ഇതെല്ലാത്തിൻ്റെ മുകളിൽ കൂടെ വന്നിരിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഈ ഒരു മെനുവിൻ്റെ മുകളിൽ കൂടെ മാത്രം വന്നിട്ടില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെനുവിൻ്റെ സെഡ് ഇൻഡെക്സ്, ഈ ഹെഡറിൻ്റെ സെഡ് ഇൻഡെക്സ് 1 ആണ്. ഓക്കെ, നമ്മൾ ഈ പോപ്പപ്പ് എടുത്ത് നോക്കിയാലോ, ഈ പോപ്പപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പോപ്പപ്പിൻ്റെ സെഡ് ഇൻഡെക്സ് ഇവിടെ 10 ആണ്. എന്നിട്ടും അതിൻ്റെ മുകളിൽ വരുന്നില്ല. ഇതിൻ്റെ സെഡ് ഇൻഡെക്സ് നമ്മൾ എത്ര കൊടുത്താലും ഇതിൻ്റെ മുകളിലേക്ക് വരുന്നില്ല. ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എത്ര സെഡ് ഇൻഡെക്സ് കൊടുത്താലും ഒരു പൊസിഷൻ എലമെൻറ്റ് മറ്റേ പൊസിഷൻ എലമെൻറ്റ് മുകളിലോട്ട് വരത്തില്ല. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അതിന് മെയിനൊരു കാരണം സെഡ് ഇൻഡെക്സിൻ്റെ സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടിയാണ്. അതും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ സെഡ് ഇൻഡെക്സ് എന്താ നോക്കും, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു പേജ് ബിൽഡ് ചെയ്യും. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാക്കും. എന്നിട്ട് അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കോഡിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം ആവശ്യമാണ്. നമുക്ക് കോഡിലേക്ക് കിടക്കാം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബ്ലാങ്ക് HTML പേജ് എടുക്കാം. ഇതിനകത്ത് ഒരു ഹെഡർ കൊണ്ടിടാം. അതിനകത്ത് മുകളിലത്തെ നാവിഗേഷൻ മെനു കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കപ്പിനകത്ത് നമുക്കൊരു ലിസ്റ്റ് ആഡ് ചെയ്യാം. മെനു 1, മെനു 2, മെനു 3 എന്നുള്ളത്. ഓക്കെ, അതിങ്ങനെ ഇരിക്കുന്നത് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്തിട്ട് മുകളിലോട്ട് പിടിപ്പിക്കാം. നമുക്ക് ഈ സ്റ്റൈൽ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളൊരു ഹെഡറിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. റിഫ്രഷ് ചെയ്ത് തന്നപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നു. നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സും അതുപോലെ തന്നെ ഒരു സ്റ്റൈലും കൊടുത്തിട്ടുണ്ട്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെനു ഇങ്ങനെ വന്നു. ഈ ബോഡിക്കകത്ത് ഡീഫോൾട്ട് മാർജിൻ ഉണ്ടാവുന്നതാണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അത് കളയാം നമുക്ക്. ഓക്കെ, മെനു ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് ടെക്സ്റ്റുകൾ നമുക്കിടാം. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു ടാഗിനകത്ത്, സെക്ഷൻ എന്ന് പറഞ്ഞ ടാഗിനകത്ത് കുറച്ച് ടെക്സ്റ്റ് ഇടാം. അത് നമുക്ക് കുറേ കോപ്പി ചെയ്തിടാം. എന്നിട്ട് ആ സെക്ഷനകത്ത് നമുക്കൊരു പാഡിങ്ങും ഒരു ഫോൺ സൈസ് കൊടുക്കാം. ഓക്കെ, ഇതിങ്ങനെയാണ് നമ്മുടെ പേജ്. ഒരു സ്ക്രോൾ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ടെക്സ്റ്റ് കൊണ്ടിട്ടത്. പക്ഷേ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ ഈ ഒരു നാവിഗേഷൻ അതിൻ്റെ ഒപ്പം സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വേണ്ട. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊസിഷൻ ഫിക്സ്ഡ് അല്ലെങ്കിൽ സ്റ്റിക്കി കൊടുക്കാം. ഓക്കെ, ഏത് കൊടുത്താലും നമുക്ക് ഇത് ഇവിടെ സ്റ്റിക്കി ഇതിൻ്റെ മുകളിൽ നമുക്ക് നിർത്താൻ പറ്റും. ഓക്കെ, നമുക്ക് പൊസിഷൻ ഫിക്സ്ഡ് കൊടുക്കാം ആദ്യം. എന്നിട്ട് നോക്കാം അത് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, ഹെഡറിനകത്ത് പൊസിഷൻ ഫിക്സ്ഡ് ടോപ്പ് 0 കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് ഒരു 100% കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് ആക്കിയപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എലമെൻറ്റ് ആ ഒരു ഡോമിൽ നിന്ന് വെളിയിലോട്ട് ചാടി. എന്നിട്ടാണത് ബ്രൗസറിൻ്റെ വിൻഡോനകത്ത് ഫിക്സ്ഡ് ആയി നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റൊക്കെ ഇതിൻ്റെ അടിയിൽ പോയി. ഓക്കെ, അത് ഫിക്സ് ചെയ്യാൻ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ഈ ബോഡിക്ക് നമ്മൾ ടോപ്പിൽ കുറച്ച് മാർജിൻ കൊടുത്താൽ മതി. ഈ മെനുവിൻ്റെ അത്രയും തന്നെയുള്ള മാർജിൻ കൊടുക്കാം. അല്ലെങ്കിൽ ഫിക്സ്ഡ് ഒരു പകരം നമ്മൾ സ്റ്റിക്കി കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റിക്കി കൊടുത്താൽ എന്താ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പൊസിഷൻ സ്റ്റിക്കി കൊടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ സ്ക്രോൾ ആവണം വരെ അത് സാധാരണ സ്റ്റാറ്റിക് ആയിട്ടുള്ള എലമെൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ സ്പേസ് അവിടെ ഉണ്ടാവും. ഇത് സ്ക്രോളിൽ ഇങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷമാണ് ഇത് സ്റ്റിക്കി ആവത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ആ കണ്ടൻറ്റൊക്കെ അതിൻ്റെ അടിയിൽ പോകും. അപ്പോൾ സ്റ്റിക്കി ആണ് കുറച്ചും കൂടി നല്ലത്. ഇങ്ങനത്തെ കേസുകൾ ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്കിവിടെ സ്റ്റിക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് പൊസിഷൻ്റെ എലമെൻറ്റാണ്, പൊസിഷൻ സ്റ്റിക്കിയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു അലേർട്ട് ബോക്സ് ഉണ്ട്. അല്ല, വാണിംഗ് ഒക്കെ കാണിക്കുന്ന ഒരു സെക്ഷൻ പോലെ. ഓക്കെ, അതിന് ആർട്ടിക്കിളിനകത്ത് തന്നെ നമ്മളൊരു ഡിവ് ക്ലാസ് എറർ എന്ന് പറഞ്ഞിട്ട് ദിസ് ഈസ് എറർ എന്ന് പറഞ്ഞിട്ടു. എന്നിട്ട് ഈ എറർ എന്ന് പറഞ്ഞ ക്ലാസ് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എറർ എന്ന് പറഞ്ഞിട്ടുള്ള ലേബിൾ വന്നു. ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ ഒരു ക്രോസ് ബട്ടൺ ഇടണം. ഓക്കെ, ആ ക്രോസ് ബട്ടൺ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ലേബൽ ഇടാം. എന്നിട്ട് അതിനകത്തൊരു എക്സ് എന്ന് എഴുതാം. അതായിക്കോട്ടെ തൽക്കാലം ക്ലോസ് ബട്ടൺ. ഇത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ് ഇവിടെയാണ് വന്നത്. പക്ഷേ നമുക്ക് നേരെ റൈറ്റിലാണ് വരേണ്ടത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
പല രീതിയിലത് ചെയ്യാം. നമുക്കിവിടെ നമ്മുടെ പൊസിഷനിങ് പഠിക്കുന്നതുകൊണ്ട് ഇത് പൊസിഷൻ വെച്ച് ചെയ്യാം. അതായത് ഇതിനെ നമുക്ക് അബ്സല്യൂട്ട് പൊസിഷൻ ആക്കിയിട്ട് ഈ കണ്ടെയ്നറിൻ്റെ റൈറ്റിൽ കൊണ്ടിടാൻ പറ്റും. ഓക്കെ, സോ ഇതിനകത്ത് അത് എററിനകത്ത് ലേബലിനെ നമുക്ക് പൊസിഷൻ അബ്സല്യൂട്ട് റൈറ്റ് 0 കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പൊസിഷൻ അബ്സല്യൂട്ട് ഏതുമായിട്ട് പൊസിഷൻ ചെയ്യാം. അതിൻ്റെ തൊട്ട് മുകളിലുള്ള പാരൻ്റ് അല്ല, തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും പൊസിഷൻഡ് പാരൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കണ്ടെയ്നർ പൊസിഷൻഡ് അല്ല. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഏറ്റവും ടോപ്പ് കണ്ടെയ്നറിൻ്റെ ഇവിടെ എടുത്ത് പൊസിഷൻ ചെയ്ത് നമുക്കതല്ല വേണ്ടത്. നമുക്ക് ഈ റെഡ് കണ്ടെയ്നറിൻ്റെ അകത്താണ് പൊസിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് കണ്ടെയ്നറിനെ നമ്മൾ പൊസിഷൻഡ് ആക്കേണ്ടി വരും. അപ്പോൾ ഏത് പൊസിഷൻ കൊടുക്കാൻ? പൊസിഷൻ റിലേറ്റീവ് കൊടുക്കാം. സോ അതാണ് ജനറലി ചെയ്യാറ്. അതായത് നമുക്കൊരു കണ്ടെയ്നറിനകത്ത് ഒരു കണ്ടെയ്നർ അബ്സല്യൂട്ട് ആക്കണമെങ്കിൽ ആ കണ്ടെയ്നറിനെ നമ്മൾ റിലേറ്റീവ് ആക്കും. റിലേറ്റീവ് ആക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് സ്റ്റാറ്റിക് പോലെ തന്നെ നമ്മൾ ടോപ്പും റൈറ്റും ബോട്ടും ലെഫ്റ്റും ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് സ്റ്റാറ്റിക് പോലെയാണ് യൂസറിന് ഫീൽ ചെയ്യുക. ഓക്കെ, അതിൽ വലിയ വ്യത്യാസം തോന്നത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു കണ്ടെയ്നറിനെ നമുക്ക് റിലേറ്റീവായിട്ട് കൊടുക്കാം. ഓക്കെ, സോ ഈ എറർ എന്ന് പറഞ്ഞ കണ്ടെയ്നർ പൊസിഷൻ റിലേറ്റീവായിട്ട് കൊടുക്കാം. സോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കണ്ട് ഈ എക്സ് അതിനകത്ത് വരും. ഓക്കെ, ഇനി നമുക്ക് എക്സിൻ്റെ റൈറ്റിനകത്ത് റൈറ്റ് 0 അല്ല ഒരു 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് അത് റൈറ്റിൽ നിന്ന് 10 പിക്സൽ മാറി കിടക്കും. എന്നിട്ട് ഒരു കളർ ഗ്രേയും കൊടുക്കാം, ജസ്റ്റ് ക്ലോസ് ബട്ടൺ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു. സോ ഇവിടെ കൊടുത്ത സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എറർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേബല് ഇത് റിലേറ്റീവ് പൊസിഷൻഡായി, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പൊസിഷൻഡായി. അപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ അത് അതിൻ്റെ മുകളിൽ കൂടെ കയറി വരുന്നുണ്ട്. ബാക്കിയുള്ളൊക്കെ സ്റ്റാറ്റിക് ആയതുകൊണ്ട് അടിയിൽ പോയി, പക്ഷേ ഇത് റിലേറ്റീവ് ആയതുകൊണ്ട് ഇത് പൊസിഷൻ എലമെൻ്റ് ആയതുകൊണ്ട് ഇതും പൊസിഷൻ എലമെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ആരെ മുകളിൽ വരിക, പൊസിഷൻ എലമെൻറ്റിൽ ആരെ മുകളിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഡോമിൽ വരുന്നവനാണ് മുകളിൽ കയറുക. സോ അതുകൊണ്ടാണ് ഇത് മുകളിൽ വന്ന്. അപ്പോൾ ഇങ്ങനെ പൊസിഷൻ എലമെൻറ്റ് ഏത് മുകളിൽ വരണം എന്ന് തീരുമാനിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് Z ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും? ഇതിനൊക്കെ ഡീഫോൾട്ടായിട്ട് Z ഇൻഡെക്സ് 0 ആയിരിക്കും. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് Z ഇൻഡെക്സ് ഏതാണോ അതായിരിക്കും മുകളിൽ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡീഫോൾട്ടായിട്ട് ഈ ഒരു ഹെഡറിന് Z ഇൻഡെക്സ് 1 കൊടുക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെ പോകും. സോ നമ്മൾ ഈ ഹെഡർ എടുക്കുക, അവിടെ Z ഇൻഡെക്സ് 1 കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുവിധം സോൾവ് ആയി. സോ ഇതാണ് ബേസിക്കലി Z ഇൻഡെക്സ്. Z ഇൻഡെക്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ Z ഇൻഡെക്സ് വാല്യൂ ഉള്ളതായിരിക്കും ഏറ്റവും ഫ്രണ്ടിൽ വരിക, ഏറ്റവും കുറഞ്ഞത് ഏറ്റവും ബാക്കിൽ പോകും. Z ഇൻഡെക്സിന് നെഗറ്റീവ് വാല്യൂസ് വരാം. അപ്പോൾ നെഗറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ളതായിരിക്കും ഏറ്റവും ബാക്കിൽ ഉണ്ടാവുക. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഇനി അടുത്ത പ്രോബ്ലം. സോ ഇതിനകത്ത് 2-3 എലമെൻറ്റുകളുണ്ട്. സോ ഫോർ എക്സാമ്പിൾ 2-3 ബോക്സ് പോലത്തെ എലമെൻറ്റുകളുണ്ട്. മുകളിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന 2-3 ബോക്സ് എലമെൻറ്റുകളുണ്ട്. ഓക്കെ, സോ അത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഡിവിഡം ഈ രണ്ടാമത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ 3 ഡിവ് നമ്മൾ കൊണ്ടിട്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ് നമുക്ക് സ്റ്റൈൽ ചെയ്തിട്ട് അത് ബോക്സ് പോലെയാക്കാം. ഒരു വിഡ്ത്ത് 200 ഹൈറ്റ് 200 പിക്സലും കൊടുത്തൊരു ബോക്സ് പോലെയാക്കി. എന്നിട്ട് റെഡിന് ബാക്ക്ഗ്രൗണ്ട് റെഡ് കളറും, ബ്ലൂ എന്ന് പറഞ്ഞ ബോക്സിന് ബ്ലൂ കളറും, ഗ്രീൻ എന്ന ബോക്സ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറും കൊടുക്കാം. ഓക്കെ, സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ 3 ബോക്സ് വന്നു. സോ ഈ 3 ബോക്സും ബ്ലോക്ക് പൊസിഷൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിന് കഴിഞ്ഞ് ഒന്നായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് 3 നമുക്ക് റിലേറ്റീവ് കൊടുത്തിട്ട് ഇതിനെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യാം. സോ റെഡിന് നമുക്ക് ഇതൊരു ലെഫ്റ്റും ബോട്ടവും കുറച്ച് പിക്സൽസ് കൊടുക്കാം. അതേപോലെ തന്നെ ബ്ലൂവിന് നമുക്ക് ലെഫ്റ്റും ബോട്ടവും കൊടുക്കാം. ഗ്രീനിന് നമുക്ക് ലെഫ്റ്റും ബോട്ടവും കൊടുക്കാം. ഓക്കെ, ഈ ലെഫ്റ്റും ബോട്ടോ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ എലമെൻ്റ് എല്ലാം റിലേറ്റീവ് പൊസിഷൻഡ് ആയിരിക്കണം. സോ ഇത് നമുക്ക് എല്ലാത്തിനും കൂടി പൊസിഷൻ റിലേറ്റീവ് കൊടുക്കാം. സോ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതേപോലെ 3 ബോക്സ് വന്നു. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഗ്രീനാണ് താഴത്ത് വന്നിരിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ ഗ്രീൻ ബ്ലൂ റെഡ്, അതായത് നമ്മളിവിടെ കൊടുത്ത ഗ്രീൻ ബ്ലൂ റെഡ് ഈ ഓർഡറിലാണ് അത് മുകളിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഓർഡർ മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Z ഇൻഡെക്സ് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് ബ്ലൂവിന് 1, ഗ്രീനിന് 2, റെഡിന് 3 കൊടുക്കാം. ഓക്കെ, സോ ബ്ലൂവിന് 1, ഗ്രീനിന് 2, Z ഇൻഡെക്സ് 3 കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ടത് ബ്ലൂവിന് 1, ഗ്രീനിന് 2, റെഡിന് 3 വന്നു. അപ്പോൾ ആ ഓർഡറിലാണ് മുകളിൽ വന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു എലമെൻറ്റ് ഇതിനകത്തുണ്ട്. സോ ഇപ്പോൾ നമ്മളെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കും, പക്ഷേ അത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുണ്ട് ഇതെല്ലാം മെനുവിൻ്റെ മുകളിൽ കയറിപ്പോയി. ഓക്കെ, സോ കാരണം എന്താണ്? ഈ മെനുവിന് Z ഇൻഡെക്സ് 1 ആണ്. സോ ഇതിന് ഏറ്റവും കുറഞ്ഞ Z ഇൻഡെക്സ് 1 ആണ്. ഇത് അതിന് മുകളിൽ കയറിപ്പോയി. ഓക്കെ, സോ ഇങ്ങനത്തെ കേസുകൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മെനുവിന് നമ്മൾ കുറച്ചുകൂടി ഹയർ Z ഇൻഡെക്സ് വാല്യൂ കൊടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ മെനുവിന് നമ്മൾ ഈ ഹെഡറിന് പിടിച്ചിട്ട് Z ഇൻഡെക്സ് 1ൻ്റെ പകരം വല്ല 100 അങ്ങനെ വലിയൊരു നമ്പർ കൊടുക്കും. ഓക്കെ, സോ ഇങ്ങനെ വലിയ നമ്പർ കൊടുക്കുമ്പോൾ എന്തായാലും ഇതിന് താഴെ വരത്തുള്ളൂ. ഓക്കെ, സോ ഇതൊരു നല്ല സൊല്യൂഷൻ അല്ല. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ വല്ല എലമെൻറ്റിന് നമ്മൾ 200 Z ഇൻഡെക്സ് കൊടുത്തു. സോ അത് അറിയാൻ പറ്റത്തില്ലല്ലോ. ഒരു ടീമിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും, അവർ പല വാല്യൂ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അവർ തമ്മിൽ സിങ്കൊന്നും കാണത്തില്ല. അപ്പോൾ ഇവർ ചിലപ്പോൾ 200 കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഈ 100 മാറ്റിയിട്ട് പിന്നെ അത് 1000 ആക്കേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അതാണ് Z ഇൻഡെക്സിൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ഒരു പ്രശ്നം.
ഓക്കെ, സോ ഇങ്ങനെ ചെയ്താൽ സോൾവ് ആവുമെങ്കിലും ഇതല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം സോ അത് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ഒരു സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് ഒരു സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് എന്നാണ്. ഓക്കെ, സോ സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെബ് ബ്രൗസറിനകത്ത് പൊസിഷൻ്റെ എലമെൻറ്റ് നമ്മൾ ഒരുപാട് ഇടാം. അതെല്ലാം ഒരു പാരൻറ്റിൻ്റെ കീഴാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരെണ്ണം ഈ ബോഡിക്ക് നേരെ താഴെ വരുന്ന എലമെൻ്റാണ് നമ്മൾ സ്റ്റിക്കി പൊസിഷൻ ആക്കിയിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ആർട്ടിക്കിളിനകത്താണ് പിന്നെ നമ്മൾ ചില എലമെൻറ്റ് റിലേറ്റീവ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ പൊസിഷൻ്റെ എലമെൻറ്റ് ഈ ഡോമിൻ്റെ പല ഭാഗത്തും ഇന്നർ ചൈൽഡിൽ എവിടെ വേണമെങ്കിൽ വരാം. പക്ഷേ ഇത് എവിടെ വന്നാലും ഇത് ഏതിൻ്റെ മുകളിൽ ഏത് വരണമെന്ന് തീരുമാനിക്കുന്നത് ഒരേ ഒരു കോണ്ടെക്സ്റ്റിനകത്താണ്. സോ അതായത് ചുരുക്കി പറയുവാണെങ്കിൽ ഈ എല്ലാ പൊസിഷൻ്റെ എലമെൻറ്റും ആരാണ് മുകളിൽ വരുന്നത് എന്നൊരു മത്സരം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ അത് സോൾവ് ചെയ്യാനാണ് നമ്മൾ Z ഇൻഡെക്സ് കൊടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു മത്സരം നടക്കുന്നത് ഏറ്റവും റൂട്ട് എലമെൻറ്റിനകത്താണ്, ഈ ബോഡിക്കകത്താണ്. അതായത് ഫോർ എക്സാമ്പിൾ ഈ എലമെൻ്റ് എല്ലാം ഈ ബോഡിക്കകത്ത് നിൽക്കുന്നു എന്നൊരു അസംഷനിലാണ് ഏതിൻ്റെ മുകളിൽ ഏത് വരുന്നു എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു എലമെൻറ്റിൻ്റെ ഇന്നർ എലമെൻറ്റിനകത്ത് ഒരു എലമെൻറ്റ് പൊസിഷൻ ആക്കിയാലും, അതായത് ബോഡിക്ക് തൊട്ട് താഴെ എവിടെയെങ്കിലും ഒരു എലമെൻറ്റ് പൊസിഷൻ ആക്കിയാലും അത് രണ്ടും കൂടി തമ്മിൽ നമുക്ക് Z ഇൻഡെക്സ് വെച്ചിട്ട് ഏത് ഫ്രണ്ടിൽ വരണം ഏത് ബാക്കിൽ വരണം തീരുമാനിക്കാൻ പറ്റുന്നത്. സോ ഏത് എലമെൻറ്റിനകത്ത് നിന്നിട്ടാണ് ഇത് പൊസിഷൻ തീരുമാനിക്കുന്നത് എന്ന് പറയുന്നതിനാണ് സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ബോഡിയാണ് ഇതിൻ്റെ സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ബോഡിക്കകത്ത് നിന്നിട്ടാണ് ഈ പല പൊസിഷൻ്റെ എലമെൻറ്റുകളും ഏതിൻ്റെ മുകളിൽ ഏത് വരണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ പ്രശ്നം. ഫോർ എക്സാമ്പിൾ ഈ മെനു ഇതിന് പുറത്താണ്, പക്ഷേ ഈ പറഞ്ഞ 3 ബോക്സിനകത്താണെങ്കിൽ പോലും ഈ മെനുവും ഈ പറയുന്ന 3 ബോക്സും എല്ലാം ഒരുമിച്ചാണ് ഏതിൻ്റെ മുകളിൽ ഏത് വരണം തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ മെനുവിന് ഹയർ Z ഇൻഡെക്സ് കൊടുക്കുമ്പോൾ ഇത് പുറകിൽ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിന് നമുക്കൊരു പുതിയ സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് ആയിട്ട് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള എലമെൻറ്റുകൾ തമ്മിലുള്ള Z ഇൻഡെക്സ് അവർ തമ്മിൽ മാത്രമേ മത്സരം ഉണ്ടാവുള്ളൂ, അത് പുറത്തെ എലമെൻറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ 3 ബോക്സിൻ്റെയും ഈ ഒരു പാരൻറ്റ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 എലമെൻറ്റും തമ്മിലുള്ള Z ഇൻഡെക്സുകൾ അത് 100, 200, 300 എന്തോ ആയിക്കോട്ടെ അത് അവർ തമ്മിലായിരിക്കും ഏതിന് മുകളിൽ ഏത് വേണം തീരുമാനിക്കുന്നത്. അതൊരിക്കലും ഇതിന് പുറത്തുള്ള അതായത് ഹെഡർ എന്ന് പറഞ്ഞ എലമെൻറ്റുമായിട്ട് ഒരിക്കലും കോമ്പീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ അതെങ്ങനെ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ആർട്ടിക്കിൾ നമുക്ക് സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് ആക്കാം. സോ ആർട്ടിക്കിൾ സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് ആക്കണമെങ്കിൽ പ്രത്യേകിച്ച് കീ ഒന്നുമില്ല. ചില CSS പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ ആ എലമെൻറ്റിൽ അങ്ങനെ സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഡിഫോൾട്ട് റൂൾ എന്ന് വെച്ചാൽ സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു എലമെൻറ്റ് സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് ആക്കണമെങ്കിൽ അതിനെ പൊസിഷൻ ആക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു Z ഇൻഡെക്സ് കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആർട്ടിക്കിൾ നമുക്ക് പൊസിഷൻ റിലേറ്റീവ് കൊടുക്കാം. ഓക്കെ, പൊസിഷൻ റിലേറ്റീവ് കൊടുക്കാം. അപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല, അപ്പോഴും അതിന് സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് ഈ ആർട്ടിക്കിളിൽ ഒരു Z ഇൻഡെക്സും കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ Z ഇൻഡെക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡറിനെ കാട്ടിയും താഴെയുള്ളൊരു വാല്യൂ Z ഇൻഡെക്സ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് Z ഇൻഡെക്സ് 0 കൊടുക്കാം, കാരണം ഹെഡറിൻ്റെ Z ഇൻഡെക്സ് 1 ആണല്ലോ. Z ഇൻഡെക്സ് 0 കൊടുക്കാം. ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അടിയിൽ പോയി. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ 2 സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒന്ന് ബോഡി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ആർട്ടിക്കിളും ഉണ്ട്. ഓക്കെ, സോ ആർട്ടിക്കിളിനകത്ത് ഇവിടെ എത്ര റെഡ് ഗ്രീന് ബ്ലൂവിന് എത്ര വലിയ Z ഇൻഡെക്സ് കൊടുത്താലും അത് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പൊസിഷൻ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ബോഡിക്കകത്ത് ഇതാണോ ഈ ആർട്ടിക്കിൾ ആണോ മുകളിൽ വരുന്നത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് 2 Z ഇൻഡെക്സ് ഉണ്ട്, ഹെഡറിനും ആർട്ടിക്കിളിനും Z ഇൻഡെക്സ് ഉണ്ട്. ഇത് രണ്ടും തീരുമാനിക്കുമ്പോൾ ആർട്ടിക്കിളിന് 0യും ഹെഡറിന് 1 ആണ് Z ഇൻഡെക്സ്. അപ്പോൾ ഈ ഹെഡറിൻ്റെ എലമെൻറ്റും ആർട്ടിക്കിളിൻ്റെ എലമെൻറ്റും നോക്കുകയാണെങ്കിൽ എപ്പോഴും ഹെഡറിൻ്റെ എലമെൻ്റ് ആയിരിക്കും മുകളിൽ വരിക, കാരണം അതിനാണ് ഏറ്റവും ഹയർ Z ഇൻഡെക്സ്. നേരെ മറിച്ച് ആർട്ടിക്കിൾ നമ്മൾ ഹയർ Z ഇൻഡെക്സ് കൊടുത്താലോ 2 കൊടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ എല്ലാം തന്നെ മെനുവിൻ്റെ മുകളിലോട്ട് പോകും. ഉണ്ടോ, ഇതെല്ലാം മുകളിലോട്ട് പോവാണ്. ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കാണുന്നത്, പക്ഷേ ഇതെല്ലാം തന്നെ മുകളിലോട്ട് പോകും. ഓക്കെ, സോ നമ്മൾ ആർട്ടിക്കിളിന് 0 Z ഇൻഡെക്സ് കൊടുത്തു, നമ്മുടെ ബിഹേവിയർ പ്രോപ്പറായി. ഓക്കെ, സോ ഇനി ഇതിനകത്ത് വേറെ ഏത് എലമെൻറ്റ് വന്നാലും അത് എന്ത് Z ഇൻഡെക്സ് കൊടുത്താലും അത് ആർട്ടിക്കിളിന് ഉള്ളിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാക്കിംഗ് കോണ്ടെക്സ്റ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം നോക്കാം. സോ അതിന് നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇതിനകത്ത് നമുക്കൊരു പോപ്പപ്പ് ഇടാം. സോ ആ പോപ്പപ്പിൻ്റെ മാർക്കപ്പ് നമുക്ക് ഈ ആർട്ടിക്കിളിനകത്തിന് ഇടാം. സോ താഴെ ഈ പോപ്പപ്പിൻ്റെ മാർക്കപ്പ് ഇടാം. ഇവിടെ അടിയിൽ പോപ്പപ്പ് എന്ന് വന്നിട്ട്, പക്ഷേ ഇങ്ങനെയല്ല വേണ്ട, നമുക്ക് ഫുൾ സ്ക്രീനിൽ പോപ്പപ്പ് നിൽക്കണം. സോ അതിന് നമുക്ക് ഇതിനെ ഫിക്സ്ഡ് പൊസിഷൻ ആക്കിയിട്ട് വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൊടുത്തൊന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് പോപ്പപ്പിനെ സ്റ്റൈൽ ചെയ്യാം. സോ പോപ്പപ്പിനെ ഫസ്റ്റ് നമ്മൾ പൊസിഷൻ ഫിക്സ്ഡ് കൊടുത്തു, ടോപ്പും ലെഫ്റ്റും 0 ആക്കി, എന്നിട്ട് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും 100% കൊടുത്തു വെച്ചു. എന്നിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു വൈറ്റ് എന്ന് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഓക്കെ, സോ അതിപ്പോൾ എങ്ങനെ വരുന്നത് നോക്കാം. ഓക്കെ, സോ പോപ്പപ്പ് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഡീഫോൾട്ടായിട്ട് ഫിക്സ്ഡ് ആണെങ്കിൽ Z ഇൻഡെക്സ് 0 ആയിരിക്കും. ഈ റെഡ് ഗ്രീൻ ബ്ലൂവിനൊക്കെ ഹയർ Z ഇൻഡെക്സുള്ളതുകൊണ്ടാണ് ഇത് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, സോ അതൊരു പ്രോബ്ലമാണ്. എന്നാലും പോപ്പപ്പ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പോപ്പപ്പിൻ്റെ തന്നെ സെൻറ്ററിനകത്ത് പോപ്പപ്പ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓക്കെ, അതായത് ഇത് സെൻറ്ററിലിട്ട് വരുന്നൊരു കണ്ടൻറ്റ്, അതും കൂടി നമുക്ക് സ്റ്റൈൽ ചെയ്യാം. സോ അതിൻ്റെ ബേസിക്കലി വിഡ്ത്തും ഹൈറ്റും ഒരു ബാക്ക്ഗ്രൗണ്ടും
പാഡിങ് ബോർഡർ അതൊക്കെ കൊടുത്താണ്. ഈ പോപ്പപ്പ് കണ്ടൻറ്റ് ഇതിൻ്റെ സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട് ഈ പോപ്പപ്പ് കണ്ടൻറ്റ് ഇതിൻ്റെ സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട് ഇതിന് ഡിസ്പ്ലേ ഇതിൻ്റെ പാനലിന് ഡിസ്പ്ലേ ഗ്രിഡും പ്ലേസ് ഐറ്റം സെൻറ്ററും കൊടുക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പപ്പ് വന്നു. പക്ഷേ ഈ പോപ്പപ്പ് എന്ത് വന്നു? ഇതിൻ്റെ 3 ബാക്കിലാണ് വന്നത്. ഓക്കെ, സോ നമുക്കിതിനെ Z ഇൻഡെക്സ് ഒരു ഹയർ Z ഇൻഡെക്സ് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഈ പോപ്പപ്പിനെ Z ഇൻഡെക്സ് ഒരു 100 കൊടുക്കാം, ഏറ്റവും ഹൈ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇത് 100 വന്നതുകൊണ്ട് അത് പോപ്പപ്പ് ഫ്രണ്ടിൽ വന്നു. ഓക്കെ, പക്ഷേ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. സോ പോപ്പപ്പ് ഇപ്പോഴും മെനുവിൻ്റെ താഴെ വന്നിരിക്കുന്നത്. ഈ മെനു ഒരു ബ്ലേഡ് ആയിട്ടില്ല. സോ ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ ഈ മെനുവിൻ്റെ മുകളിലല്ല വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതിനർത്ഥം എന്താണ്? ഈ മെനു എപ്പോഴും പോപ്പപ്പിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, ഈ മെനുവും കൂടിയും പോപ്പപ്പിൻ്റെ ബാക്കിലോട്ട് പോകണം. ഓക്കെ, സോ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിന് എത്ര ഹയർ Z ഇൻഡെക്സ് കൊടുത്താലും പറ്റത്തില്ല. 1000 10,000 എന്ത് കൊടുത്താലും ഈ മെനുവിൻ്റെ ഫ്രണ്ടിലോട്ട് ഈ പോപ്പപ്പ് വരത്തില്ല. സോ കാരണം എന്താണ്? ഈ പോപ്പപ്പ് ഇരിക്കുന്നത് ഈ ആർട്ടിക്കിളിനകത്താണ്. ആർട്ടിക്കിൾ നമ്മൾ സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സ് ഉണ്ടാക്കി. സോ ആർട്ടിക്കിളിലെ സ്റ്റാക്കിംഗ് കോണ്ടാക്ട് Z ഇൻഡെക്സ് എപ്പോഴും 0 ആണ്. അതുകൊണ്ട് ആർട്ടിക്കിൾ എപ്പോഴും ഈ ഹെഡറിൻ്റെ താഴെ വരത്തുള്ളൂ. സോ ആർട്ടിക്കിൾ സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സ് ആയതുകൊണ്ട് ആർട്ടിക്കിളും ആർട്ടിക്കിളിനകത്തുള്ളതുമായിട്ടുള്ള എല്ലാം തന്നെ ഈ പറയുന്ന ഈ ഹെഡറിൻ്റെ താഴെ വരത്തുള്ളൂ. ഓക്കെ, സോ അതാണ് മിക്കവാറും നമ്മൾ കോഡിനകത്ത് Z ഇൻഡെക്സ് കൂട്ടി കൊടുത്താലൊന്നും ഒരിക്കലും ഇത് ഫ്രണ്ടിലോട്ട് വരാത്തത്. സോ സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സ് ഉണ്ടാവണമെങ്കിൽ പല രീതിയിൽ സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സ് ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പൊസിഷൻ വാല്യൂ അബ്സല്യൂട്ടോ റിലേറ്റീവോ കൊടുക്കുക, എന്നിട്ട് Z ഇൻഡെക്സ് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ആർട്ടിക്കിളിനെ സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. പൊസിഷൻ റിലേറ്റീവും കൊടുത്തു, Z ഇൻഡെക്സ് നോൺ ഓട്ടോ വാല്യൂ, ഓട്ടോ അല്ലാത്തൊരു വാല്യൂ 0 കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സ് ഉണ്ടാവും. അല്ലാണ്ട് ഈ ട്രാൻസ്ഫോം, ഒപ്പേസിറ്റി, പിന്നെ ഫ്ലെക്സ് ഗ്രിഡ് വിത്ത് Z ഇൻഡെക്സ് വാല്യൂ അത് കൊടുക്കുമ്പോൾ, സോ അങ്ങനെ കുറേ കേസുകളിനകത്ത് ഈ പറയുന്ന സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സുകൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ പാരലിന് Z ഇൻഡെക്സ് ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഒപ്പേസിറ്റി നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക, അപ്പോഴും അതിനൊരു സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സ് ഉണ്ടാവും. സോ അങ്ങനത്തെ പല കേസുകളിലും ഈ എലമെൻറ്റ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്താലും ഈ എലമെൻറ്റ് ഇതിൻ്റെ ഈ പറഞ്ഞ മെനുവിൻ്റെ ഫ്രണ്ടിലോട്ട് വരത്തില്ല. അത് വരാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ഇതിൻ്റെ Z ഇൻഡെക്സ് മത്സരിക്കുന്ന ഈ ബോഡി എന്ന് പറഞ്ഞ സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സിലാണ്. അപ്പോൾ നമ്മളുടെ ഈ പോപ്പപ്പ് ആ ബോഡി എന്ന് പറഞ്ഞ സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സിൽ മത്സരിക്കണമെങ്കിൽ ഈ ആർട്ടിക്കിളും പുറത്ത് കൊണ്ടിടുക. ഓക്കെ, സോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതുണ്ട് അതിൻ്റെ ബാക്കിലോട്ട് പോയി. കാരണം ഇവിടെ ഹയർ ആയിട്ടുള്ളൊരു Z ഇൻഡെക്സ് ആണ്, നമ്മൾ 1000 ആണ് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് അത് ബാക്കിലോട്ട് പോയി. ഓക്കെ, സോ ഇങ്ങനെ പുറത്തിടുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ 3 എലമെൻറ്റുകളുടെയും, അതായത് ഇത് എത്രയാണ്? ഇത് ടോപ്പിൽ വരണം, ഇത് അതിൻ്റെ ബാക്കിൽ വരണം. അപ്പോൾ ഇത് 0, ഇത് 1, ഇതിന് ഈ പോപ്പപ്പിന് Z ഇൻഡെക്സ് 2 കൊടുത്താൽ മതി. ഓക്കെ, വലിയ ഹൈ വാല്യൂസ് ഇതേപോലെ 100 200 എന്നൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടി കൺട്രോളബിൾ ആയിരിക്കും. ഓക്കെ, കണ്ടോ? അപ്പോൾ നമുക്ക് സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് Z ഇൻഡെക്സ് കൊടുത്തിട്ട് ഏതിൻ്റെ ഫ്രണ്ടിൽ ഏത് പൊസിഷനിൽ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, സോ ഇങ്ങനത്തെ Z ഇൻഡെക്സിൻ്റെ ഇഷ്യൂസ് ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തത്. സോ നിങ്ങൾക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സിൻ്റെ ഈ ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഏതൊക്കെ കേസുകളിൽ ഈ സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സ് ഉണ്ടാവാം എന്നുള്ളത് പറയുന്നൊരു ആർട്ടിക്കിളാണ്. സോ ഫുള്ള് പഠിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ ഏതെങ്കിലും രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതാണ് Z ഇൻഡെക്സിനെ കുറിച്ചും സ്റ്റാക്കിംഗ് കോണ്ടാക്ട്സിനെ കുറിച്ചുള്ള വീഡിയോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ കണ്ടന്റ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.